ഹലോ ഗൈസ്, ഞാൻ ഈ പ്രാവശ്യം ബഹ്റൈനിലേക്ക് പോകുമ്പോൾ ബാംഗ്ലൂർ വഴിയാണ് കേട്ടോ പോയത്. അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഞാൻ രാവിലെ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ടൈം എനിക്ക് എൻ്റെ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ കുറേ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടൊക്കെ ഒന്ന് മൊത്തത്തിൽ ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. ബാംഗ്ലൂർ എയർപോർട്ട് ഒന്നും പറയാനില്ല കേട്ടോ, നല്ല അടിപൊളി സെറ്റപ്പിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്ത ഒരു അടിപൊളി എയർപോർട്ട് തന്നെ. ഞാൻ രാവിലെ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു സ്പേസ് തപ്പി നടക്കുമ്പോഴാണ് മിട്ടി കഫേ എൻ്റെ കൺമുമ്പിൽ പെടുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയത്. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് കേട്ടോ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ മൊജിറ്റോൻ്റെ ഒക്കെ കുടിക്കുന്ന ഗ്ലാസ്സാണ്, ആ ഒരു കപ്പാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വാളിലൊക്കെ തന്നെ പ്ലേറ്റിലൊക്കെ ഡിസൈൻ ചെയ്തിട്ട് എന്താ പറയുക, നല്ല ഭംഗി തന്നെ സെറ്റ് ചെയ്തൊരു കഫേ. അങ്ങനെ എനിക്ക് ഒന്നാമത് കുറേ സമയമുണ്ട്, ഉച്ചയ്ക്ക് ശേഷം ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തു. പിന്നെ അവിടെ തന്നെ കുറേ ടൈം ഞാൻ സ്പെൻഡ് ചെയ്തു. സത്യത്തിൽ അന്നേരമാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ കഫേക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതെ, ഈ കഫേ ഒരു പ്രത്യേക കഫേയാണ്. ഈ കഫേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. എയർപോർട്ടിൽ ഞാനിപ്പോൾ വന്നപ്പോൾ ഇവിടെ ഒരു കഫേ കണ്ടു, മിട്ടി കഫേ. അവിടെ ആണുള്ളത് ഞാനിപ്പോൾ. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഫുള്ള് സർവീസൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ അതിമനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയി അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട്. മാജിക് ഓഫ് എബിലിറ്റീസ് എന്ത് വന്നാലും അതിൻ്റെ ഒരു ഡിസൈന് ഒന്നും പറയാനില്ല കേട്ടോ, സംഗതി കിടു തന്നെ. അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ, കാരണം എനിക്ക് അത്രയും ടൈം ഉള്ളത് കൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് അതിനുശേഷം അവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണുള്ളതൊക്കെ ഒന്ന് പരതി. മാജിക് ഓഫ് എബിലിറ്റീസ് ഇതതിൻ്റെ ഒരു കിച്ചൺ ഏരിയ ആണ് കേട്ടോ അത്, മിട്ടി കഫേ. എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ കേട്ടോ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്, ഒന്നും പറയാനില്ല. എന്താണ് മിട്ടി കഫേ എന്ന് ഞാൻ പറഞ്ഞത്. മിട്ടി കഫേ ഒരു ചെയിനാണ്, കഫേ ചെയിനാണ്. ഇത് കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്നത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇത് മാനേജ് ചെയ്യുന്നത്. സത്യത്തിൽ ഇത് ഏകദേശം ഇപ്പോൾ 40ഓളം ലൊക്കേഷനിൽ ഇപ്പോൾ ഈ മിട്ടി കഫേ ഉണ്ടെന്ന് അറിയാൻ പറ്റിയത്. സുപ്രീം കോർട്ടിലൊക്കെ മിട്ടി കഫേൻ്റെ ബ്രാഞ്ച് ഉണ്ട്. അതേപോലെ തന്നെ മുംബൈ എയർപോർട്ടിൽ ഒക്കെ ഇതിൻ്റെ ബ്രാഞ്ച് ഉണ്ട്. ഇതൊരു ലേഡി എൻ്റർപ്രണറുടെ പ്രൊജക്റ്റാണ് കേട്ടോ. ഒരു ലേഡി എൻ്റർപ്രണർ ആയത്, അവരുടെ പേരെന്താ, അലീന ആലം. അലീന ആലം എന്ന് പറഞ്ഞൊരു ലേഡി എൻ്റർപ്രണറാണ്. ഇത് 2015 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം എന്താ പറയുക, ഈ ഒരു 2025 അവർ 40-ൽ മുകളിൽ ഔട്ട്ലെറ്റുകളായിട്ട് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്ന ഒരു കഫേയാണിത്. ഇങ്ങനെയൊക്കെയുള്ള എൻ്റർപ്രണേഴ്സിനെയല്ലേ ശരിക്കും നമ്മൾ ശരിക്കും വളർത്തേണ്ടതല്ലേ. നോക്കൂ, എത്ര എന്താ പറയുക, ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടി ജീവിച്ചു പോകുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ ജീവിതത്തിനുള്ള ഒരു അവസരം കൂടിയല്ലേ ഇങ്ങനത്തെ ഒരു ഒരു കഫേകളിൽ കൂടി ആ ഒരു ലേഡി ഉണ്ടായി കൊടുത്തത്. അത് തന്നെ ആയിരിക്കട്ടെ ഈ കഫേൻ്റെ വിജയവും. കാരണം കംപ്ലീറ്റ്ലി എല്ലാം ഓരോരോ ബുദ്ധിമുട്ടുകളുള്ള, കൈക്കും കാലിനും ഒക്കെ സ്വാധീനക്കുറവുള്ള ഒരുപാട് ആളുകൾ, പക്ഷെ നല്ല രീതിയിലാണ് കേട്ടോ അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നതും. അവരുടെ പെരുമാറ്റം ആയിക്കോട്ടെ, അവരെ കസ്റ്റമർ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എല്ലാം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്നുണ്ട്. മിട്ടി സ്പെഷ്യൽ ചായ ഉണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, അങ്ങനെ നല്ല മെനൂസ് തന്നെയാണ്. ഞാൻ രാവിലെ എത്തിയതിനെ കൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടിയെന്നുള്ളത് നോക്കി. അങ്ങനെ ഞാനൊരു ചോലെ ഭട്ടൂര ഓർഡർ ചെയ്ത്. പണ്ട് ഡൽഹിയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സാധനമായിരുന്നു ചോലെ ഭട്ടൂര. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറീസിൽ ഞാൻ എന്താക്കി, ഒരു ചോലെ ഭട്ടൂര ഓർഡർ ചെയ്തു. അത് ഓർഡർ ചെയ്ത് ഉണ്ടാക്കുന്ന ആ സമയം കുറച്ച് സമയം എടുത്തു. അപ്പോൾ വീണ്ടും ഞാൻ അവിടെയുള്ള ബാക്കിയുള്ള കിച്ചണും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തു. പണ്ടൊക്കെ നമ്മളെ കല്യാണ വീടുകളിലൊക്കെ വെള്ളമൊക്കെ തരുന്ന ടൈപ്പ് കെറ്റിലില്ലായിരുന്നു, ആ ഒരു കെറ്റിലാണ് ഈ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത്ര ഭംഗിയായിട്ടാണ് ഇത് പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് നോക്കി. കിച്ചണിലെ വാളിലൊക്കെ തന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെ പിക്ചേഴ്സൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർ ആ സ്റ്റാഫിനോട് കാണിക്കുന്ന റെസ്പെക്റ്റ് അല്ലേ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള ഫോട്ടോ ഫ്രെയിമുകളാണ് കിച്ചണിലൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ സ്പേസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്.
നമ്മുടെ രാഷ്ട്രപതിയൊക്കെ ഈ മിട്ടി കഫേ വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വാളൊക്കെ നോക്കി എത്ര രസകരമായിട്ടാണല്ലേ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് സമയം വല്ലാണ്ട് പോകട്ടെ അവിടെ ഇരുന്ന് അത് ആസ്വദിച്ച് തന്നെ നമുക്ക് നമ്മുടെ കണ്ണിനൊരു കുളിരേകുന്ന കാഴ്ച എന്നൊക്കെ പറയില്ലേ. അതെ, നമ്മുടെ കണ്ണിന് കുളിരേകുന്ന നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഹിസ്റ്ററി, പിന്നെ പല ബ്രാഞ്ചുകൾ ഇനാഗ്രേഷൻ ചെയ്തതൊക്കെ അവിടുത്തെ വാളിൽ നല്ല പോലെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വലിയ വലിയ ആളുകളാണ് കേട്ടോ ഇതിൻ്റെ പല ഔട്ട്ലെറ്റും ഇനാഗ്രേഷനൊക്കെ ചെയ്തിട്ടുള്ളത്. ആ വാളിൽ കൂടി അങ്ങനെ പരിധി നടക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൗണ്ടറെ കിട്ടി, അലീന ആലം. ഈ ഒരു ലേഡിയാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഫോട്ടോയിൽ കാണുന്ന സെൻറ്ററിലുള്ള ലേഡി. അപ്പോൾ തന്നെ ഞാൻ ഓർഡർ ചെയ്ത ചോല ഭട്ടൂര റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇനി ചോല ഭട്ടൂര കഴിക്കാം. എന്തായാലും ചോല ഭട്ടൂര ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ക്വാളിറ്റി തന്നെയാണ് അവർ സെർവ് ചെയ്യുന്നത്. എന്തായാലും മോശമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫിനോട് ഇതിനെപ്പറ്റി, ഈ മിട്ടി കഫിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. मैं तो इधर ही काम कर रहा, 2 साल से इधर ही काम कर रहा, मेरे को अच्छा लग रहा। बेंगलुरु में 25 अब 30 अब कैफेस है, सब लोग डिसेबिलिटी का वो फैसिलिटी कर रहे हैं। वो तो एनजीओ रन कर रहा, उसका एनजीओ सीईओ इज अलीना आलम, इज द बेस्ट एम्प्लॉय ऑफ द मी। एंड हम लोग तो बहुत सेटिस्फाइड है सर, हम लोग लाइफ में कैसा जी सकता इधर ही। काम तो बहुत अच्छा है सर, हम लोग सब लोग काम कर रहा। थोड़ा हम लोग तो सेल्फ, क्या बोलता उसको, सेल्फ को और पे रेस्पेक्ट मिलता। हम लोग भी कमाने के लिए पैसा मिलता ना, पैसा भी मिलता, बाहर तो रेस्पेक्ट नहीं मिलता। थैंक यू सर. എന്തായാലും അവരോടൊക്കെ സംസാരിച്ചതെന്ന് മനസ്സിലായത് അവരൊക്കെ നല്ല ഹാപ്പിയാണ് അവിടെ വർക്ക് ചെയ്യുന്നതിൽ. അവർക്ക് അതിൻ്റേതായിട്ടുള്ള എല്ലാവിധ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ അവരെ മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. എന്തായാലും അവർ സ്റ്റാഫൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് എടുത്തു പറയാനുള്ളത് വളരെ എക്കണോമി ആയിട്ടുള്ള ഒരു പ്രൈസാണ് കേട്ടോ അവിടെ. നമ്മൾ പൊതുവെ എയർപോർട്ടിലൊക്കെ അപേക്ഷിച്ചിട്ട് ഒരു എക്കണോമിക് പ്രൈസാണ്. സാധാരണ എയർപോർട്ടുകളിലൊക്കെ വലിയ ഹെവി പ്രൈസാണ് ഉണ്ടാവുക. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തത് ഒരു നോർമൽ പ്രൈസാണ്. ബാംഗ്ലൂർ എയർപോർട്ട് വഴി പോകുന്ന ആളുകൾ മിട്ടി കഫേ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് പേജൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, സി യു, ബൈ ബൈ.